ഹായ്. ഞാനിന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് PSCയുടെ ഒരു ചോദ്യപേപ്പറിൽ കണ്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോക ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ ചുവടെ കൊടുക്കുന്നവയിൽ ഏതെല്ലാമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ലോക ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ ഏതെല്ലാമായിരുന്നു? ഇതാണ് ചോദ്യം. എന്നിട്ട് അതിനകത്ത് കൊടുത്തിരുന്ന 4 കാര്യങ്ങളുണ്ട്. അതിലേതാണെന്നാണ് കൊടുത്തിരുന്ന 4 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. ഒന്നാമത്തെ ഫാക്ട് ഇതാണ്: പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. രണ്ടാമത്തേത്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. മൂന്നാമത്തേത്, സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. 4, ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. 4, ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു: 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം 3ഉം ശരിയാണ്, 2ഉം 3ഉം 4ഉം ശരിയാണ്, ഇവയെല്ലാം ശരിയാണ്. ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു. ഇവയെല്ലാം ശരിയാണ്. അതാണ് അതിൻ്റെ ആൻസർ. അല്ല, ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ ഏവയെല്ലാമായിരുന്നു ശരിയായിരുന്നത്? അത് ഞാനൊന്നുകൂടി പറയാം. ചോദ്യം എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തെല്ലാം? എന്തായിരുന്നു? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. രണ്ടാമത് പറഞ്ഞ എന്താ? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണത്തലവനുള്ള ഒരു രാജ്യം, അതായിട്ട് അമേരിക്ക മാറിയതാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം. അമേരിക്ക ഒരു ഫെഡറൽ രാഷ്ട്രമായി മാറി. അപ്പോൾ ആ ഫെഡറൽ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും കൂടുതലായി നൽകി. അപ്പോൾ അങ്ങനെ ഒരു ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിരുന്നു. പിന്നൊന്ന്, ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു. അപ്പോൾ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതും എഴുതപ്പെട്ടവും ദൃഢവുമായ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ലോകത്തിലുള്ളതിൽ വെച്ച് എഴുതപ്പെട്ടതും ഏറ്റവും ചെറുതും ദൃഢവുമായ ഭരണഘടന, പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റാത്ത ഭരണഘടന, ഇതാണ് അമേരിക്കൻ ഭരണഘടന.